ശിവ നേരെ പോയത് വിച്ചുവിൻ്റെ വീട്ടിലേക്കാണ്. ആദ്യം കരുതിയത് അജുവിന് വയ്യാത്തത് കൊണ്ട് അവൻ്റെ വീട്ടിലേക്ക് പോവാമെന്നാണ്. അവനെ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട്. പക്ഷേ വരുമ്പോൾ മിത്രയെയും കൂട്ടണമെന്ന് അജു പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ നേരെ വിച്ചുവിൻ്റെ വീട്ടിലേക്ക് വിട്ടു. അവൻ ഇന്ന് ലീവാണെന്ന് ഇന്നലെ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു. വീടിൻ്റെ മുന്നിൽ ബുള്ളറ്റ് നിർത്തിയപ്പോഴേക്കും വിച്ചുവും അവൻ്റെ അമ്മയും ഇറങ്ങി വന്നിരുന്നു. ഒരു ചെറിയ വീടാണ് അവൻ്റേത്. 3 പടികളുണ്ട് വീടിൻ്റെ മുന്നിൽ. അതും കടന്നു ചെന്നാൽ അകത്ത് 3 റൂം, ഹാൾ, അടുക്കള, ബാത്റൂം, അങ്ങനെ അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളുമുണ്ട്. ശിവ അവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ഭദ്ര എവിടെ? അവൻ അകത്തേക്ക് കയറുമ്പോൾ വിച്ചുവിനോട് ചോദിച്ചു. ഞാനിവിടെ ഉണ്ട് ശിവേട്ടാ. ഇതെന്താ ഈ നേരത്ത്? ഒറ്റയ്ക്കുള്ളോ? ഭദ്ര അകത്തു നിന്നും വന്നുകൊണ്ട് അവനോട് ചോദിച്ചു. അവൻ അവളെ നോക്കി ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു. അത് കണ്ട് ഭദ്രയും വിച്ചുവും അവനെ സംശയത്തോടെ നോക്കി. അവൻ്റെ മുഖത്ത് ഒരു സങ്കടമുള്ളതുപോലെ അവർക്ക് തോന്നി. അച്ഛനില്ലേ ഇവിടെ? അവൻ സംശയത്തോടെ ചോദിച്ചു. അച്ഛനൊരു സുഹൃത്തിനെ കാണാനാണെന്നും പറഞ്ഞ് കുറച്ചു മുന്നേ പോയതേ ഉള്ളൂ ശിവ. വിച്ചുവിൻ്റെ അമ്മ വിമലയാണത് പറഞ്ഞത്. അതിന് മറുപടിയായി ശിവ ഒന്ന് തലയാട്ടി. അമ്മ ഭക്ഷണം എടുക്ക ശിവ, വിച്ചുവിൻ്റെ അമ്മ സ്നേഹത്തോടെ പറഞ്ഞു. ഒന്നും വേണ്ട അമ്മേ. അവൻ മങ്ങിയ മുഖത്തോടെ അവർക്കുള്ള മറുപടി കൊടുത്തു. എന്ന് പറഞ്ഞ എങ്ങനെയാ? അമ്മ ഭക്ഷണം വിളമ്പൂ. ശിവ വാ, കൈ കഴുക്. വിച്ചു ഗൗരവത്തോടെ അവനോട് പറഞ്ഞു. എനിക്ക് നിന്നോടല്പം സംസാരിക്കാനുണ്ട് വിച്ചു. ശിവ അവന് നേരെ പറഞ്ഞു. ആദ്യം കഴിക്കേ, എന്നിട്ടാവാം. വിച്ചു മറുപടിയും കൊടുത്തു. ശിവ ഒന്ന് മൂളിയതേയുള്ളൂ. ആഹാരം കഴിക്കുമ്പോഴും ഭദ്രയുടെയും വിച്ചുവിൻ്റെയും ശ്രദ്ധ അവനിൽ തന്നെ ആയിരുന്നു. അവൻ്റെ മുഖം ആകെ വാടിയ പോലെ. വിച്ചുവിൻ്റെ ഉള്ളിൽ എന്തോ ഒരു വേദന നിറഞ്ഞു. എന്തോ അവൻ്റെ ഇങ്ങനെ ഒരു മുഖം കാണുമ്പോൾ മനസ്സ് നോവുന്നു. അവനൊന്ന് നിശ്വസിച്ചു. ശിവയും വിച്ചുവും ഭദ്രയും പുറത്തെ പടിയിലിരിക്കുകയാണ്. ശിവ ഒന്നും മിണ്ടാതെ മുന്നോട്ട് തന്നെ നോക്കിയിരിക്കുന്നുണ്ട്. എന്തിനോ ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. എന്തു പറ്റി ശിവ? വിച്ചു അവൻ്റെ തോളിൽ കൈ അമർത്തിക്കൊണ്ട് ചോദിച്ചു. അവൻ വിച്ചുവിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. ഞാൻ ശ്രീയെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ടല്ലേ വിച്ചു? അവൻ സങ്കടത്തോടെ ചോദിച്ചു. ഭദ്ര അവൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. എന്തു പറ്റി ശിവേട്ട? അവൾ അവൻ്റെ കയ്യിൽ ചുറ്റി പിടിച്ചുകൊണ്ട് ചോദിച്ചു. ഞാൻ അവളോട് തെറ്റ് ചെയ്തു. അവൻ സങ്കടത്തോടെ പറഞ്ഞു. എന്ത് തെറ്റ്? നീ എന്തൊക്കെയാ ശിവ ഈ പറയുന്നത്? വിച്ചുവിന് അവൻ പറയുന്നത് ഒന്നും മനസ്സിലാകുന്നില്ലായിരുന്നു. ഭദ്ര അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി. ശിവേട്ടൻ ഇത്രയും വേദനിക്കുന്നുണ്ടെങ്കിൽ മിത്ര വീണ്ടും ശിവേട്ടനെ സങ്കടപ്പെടുത്തിയോ? അവൾ ആകുലതയോടെ ചിന്തിച്ചു. അവളുടെ നോട്ടം എങ്ങനെയോ അവൻ്റെ കഴുത്തിലെത്തിയതും അവിടെ ഒരു പാട് കണ്ട് അവൾ സംശയത്തോടെ അങ്ങോട്ട് തന്നെ നോക്കി. ഇതെന്തു പറ്റിയതാ ശിവേട്ട? അവൾ ആ പാടിൽ തൊട്ടുകൊണ്ട് ചോദിച്ചു. ശിവ വെപ്രാളത്തോടെ പെട്ടെന്ന് അവളുടെ കൈ തട്ടിമാറ്റിക്കൊണ്ട് ഷർട്ട് നേരെ ഇട്ടു. എന്താടാ, നോക്കട്ടെ. വിച്ചു അവൻ്റെ ഷർട്ട് പിടിച്ച് താഴ്ത്തിക്കൊണ്ട് അവൻ്റെ കഴുത്തിലെ പാടിലേക്ക് നോക്കി. ശിവ! വിച്ചു അവൻ്റെ ഷർട്ട് നേരെ ഇട്ടുകൊണ്ട് ദേഷ്യത്തോടെ അവിടെ ഇരുന്നു. ശിവ മിണ്ടിയില്ല. എന്താ ശിവ ഇതിൻ്റെ അർത്ഥം? അവൻ ഗൗരവത്തോടെ ചോദിച്ചു. പറ്റിപ്പോയി വിച്ചു. എനിക്ക് ശിവയ്ക്ക് എന്ത് പറയണമെന്ന് അറിയുന്നില്ലായിരുന്നു. ഭദ്രയ്ക്ക് ഇപ്പോഴാണ് കാര്യം മനസ്സിലായത്. അവൾ അവനെ മിഴിച്ചു നോക്കി. നീ അവളോട് സ്നേഹത്തോടെ സംസാരിച്ചോ? നിന്റെ ഉള്ളിലുള്ള പ്രണയം തുറന്നു പറഞ്ഞോ? വിച്ചു അവൻ്റെ മുഖത്തേക്ക് നോക്കിയില്ല. പക്ഷേ വിച്ചുവിൻ്റെ മുഖത്ത് മുഴുവൻ ഗൗരവമാണ്. ഇല്ല. ശിവയുടെ മറുപടിയിൽ വിച്ചു അവനെ ദേഷ്യത്തോടെ നോക്കി. അടുത്ത് കണ്ണു നിറച്ചിരിക്കുന്ന ഭദ്രയെ കണ്ട് ശിവ ദയനീയമായി അവളെ ഒന്ന് നോക്കി. ഭദ്രേ, അകത്തേക്ക് കയറിപ്പോ. എനിക്ക് ശിവയോട് അല്പം സംസാരിക്കാനുണ്ട്. വിച്ചു ഗൗരവത്തോടെ പറഞ്ഞപ്പോൾ ഭദ്ര കണ്ണു തുടച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. മിത്ര സന്തോഷമായിട്ട് ജീവിക്കണമെന്ന് മാത്രമേ ഇന്നോളം ആഗ്രഹിച്ചിട്ടുള്ളൂ. പക്ഷെ ഇന്ന് എൻ്റെ ശിവേട്ടനെ അവളെ സങ്കടപ്പെടുത്തിയോ? അവൾ നോവോടെ മനസ്സിൽ ചിന്തിച്ചു. ശിവ പറയുന്നതെല്ലാം കേട്ടിരിക്കുകയാണ് വിച്ചു. എല്ലാം കേട്ട് കഴിഞ്ഞതും വിച്ചു മറുപടി ഒന്നും പറയാതെ കുറച്ചു നേരം അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. ശിവയുടെ മുഖം ആകെ സങ്കടമാണ്. പക്ഷേ വിച്ചുവിൻ്റെ ഉറക്കെയുള്ള ചിരി കേട്ടാണ് ശിവ അവൻ്റെ മുഖത്തേക്ക് നോക്കിയത്. ശിവയെ തന്നെ നോക്കി കളിയാക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് വിച്ചു. സങ്കടം നിറഞ്ഞു നിന്നിരുന്ന ശിവയുടെ മുഖം പെട്ടെന്ന് ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുക്കി. ശിവ കലിയോടെ അവിടെ നിന്നും എഴുന്നേറ്റ് അവൻ്റെ ഷർട്ടിൽ പിടിച്ച് അവനെ വലിച്ചെഴുന്നേൽപ്പിച്ചു. എന്നിട്ടും വിച്ചുവിൻ്റെ ചിരിക്ക് ഒരു കുറവും വന്നിട്ടില്ല. എന്താടമ്മായി നിന്ന് കിണിക്കുന്നത്? ശിവ കലിയോടെ അവനോട് അലറിക്കൊണ്ട് അവനെ പുറകിലേക്ക് തള്ളി. വിച്ചു കഷ്ടപ്പെട്ട് ചിരി നിർത്തിക്കൊണ്ട് ശിവയുടെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ മുഖത്തേക്ക് നോക്കും തോറും വിച്ചുവിന് വീണ്ടും ചിരി വരാൻ തുടങ്ങിയിരുന്നു. എന്നാ നീ ചിരിച്ച് ചാവ്, ഞാൻ പോന്നു. ഈ മൈനോടൊക്കെ പറഞ്ഞ് എന്നെ വേണം പറയാൻ. ദേഷ്യത്തോടെ പല്ലിരുമ്മിക്കൊണ്ട് ശിവ അവൻ്റെ വണ്ടിയുടെ അടുത്തേക്ക് നടന്നു. ശിവ പോവല്ലേ, ഞാനൊന്ന് പറയട്ടടാ.
വിച്ചു കുറുമ്പോടെ പറഞ്ഞു. ഇനി എന്തു പറയാനാ? നിനക്ക് പറയാനുള്ളതല്ലേ നീ ഇപ്പം ചിരിച്ചു തീർത്തത്. എൻ്റെ സങ്കടമൊക്കെ നിന്നോട് പറഞ്ഞ് എന്നെ പറഞ്ഞാൽ മതി, ശിവ ദേഷ്യത്തോടെ പറഞ്ഞു. അവൻ സീരിയസ് ആയിട്ടാണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലായതും വിച്ചുവും അല്പം ഗൗരവത്തോടെ നിന്നു. ശിവ, നീ ചെയ്തത് തെറ്റാണെന്നൊന്നും ഞാൻ പറയില്ല. കാരണം അവൾ നിന്റെ ഭാര്യയാണ്. നിങ്ങൾക്കിടയിൽ എന്നാലും ഇങ്ങനൊരു കാര്യം നടക്കും. പിന്നെ അവളുടെ സമ്മതത്തോടെ തന്നെയാണല്ലോ. പിന്നെ ആ കാര്യത്തിന് നീ സങ്കടപ്പെടേണ്ട കാര്യം എന്താ? വിച്ചു അവൻ്റെ തോളിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. ശിവ ഒന്ന് നിശ്വസിച്ചു. അറിയില്ലടാ എനിക്ക്. അവൾ എൻ്റെ പ്രാണനാണ്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് വിച്ചു അവളെ. അതുകൊണ്ട് ഇന്നലെ ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെയൊക്കെ എൻ്റെ അല്ലേ, അത്ര ഞാൻ കരുതിയുള്ളൂ. അവൾക്ക് പകർന്നു നൽകിയത് എൻ്റെ പ്രണയം തന്നെ ആയിരുന്നു വിച്ചു. പക്ഷേ അവളോടുള്ള വാശിക്ക്. എന്നാലും അവൾക്കറിയില്ല എന്നെ. എന്നിട്ടും അവൾ പ്രണയമാണോ അല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ ദേഷ്യത്തിന് പറഞ്ഞാ ഞാൻ. പിന്നെ ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊക്കെ നടന്നതിലുള്ള ചമ്മൽ മറയ്ക്കാനും. പക്ഷെ അത് അവളെ ഇത്രയും വേദനിപ്പിക്കുന്നത് ഞാൻ കരുതിയില്ല, ശിവ സങ്കടത്തോടെ പറഞ്ഞു. ശിവ, അന്ന് അവൾ നിന്നെ വേണ്ടാന്ന് പറഞ്ഞു പോകുമ്പോൾ അവൾ കുഞ്ഞല്ലേ. ഇപ്പോൾ ആ സംഭവം കഴിഞ്ഞിട്ട് ഇത്ര വർഷമായില്ലേടാ. അവളന്ന് എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് നമ്മളും അറിഞ്ഞതല്ലേ. അവളെ നീ ഇങ്ങനെ വേദനിപ്പിക്കരുത് ശിവ. പ്രണയത്തോടെ അവളെ സ്വന്തമാക്കിയിട്ട് കാമമായിരുന്നു എന്ന് പറയാൻ നിനക്ക് എങ്ങനെ തോന്നി? അവൾക്ക് നല്ല സങ്കടമായി കാണും ശിവ, വിച്ചു പറഞ്ഞു നിർത്തി. പറ്റിപ്പോയി. ആ സമയം അവൾക്ക് മുന്നിൽ തോറ്റുപോയതെന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞാൻ പറഞ്ഞ അതേ വാക്കുകൾ അവൾ എന്നോട് തിരിച്ചു പറഞ്ഞപ്പോഴാണ് എനിക്കതിൻ്റെ സങ്കടം മനസ്സിലായത്. ഞാൻ ഇറക്കിവിട്ട അവൾക്ക് ഞാൻ പഠിപ്പിച്ചു കൊടുത്ത തൊഴിലുണ്ടല്ലോ എന്ന്. ഒരു വഴിയില്ലെങ്കിൽ അങ്ങനെ ജീവിക്കുന്ന എങ്ങനെ അവൾക്ക് എന്നോട് അങ്ങനെ പറയാൻ തോന്നിയത്? അവൻ്റെ കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരുന്നു. നീ അവളോട് അത് തന്നെയല്ലേ പറഞ്ഞത് ശിവ? നീ അവളെ വേദനിപ്പിക്കാൻ പറഞ്ഞതല്ലേ? അവൾക്ക് വേദനിച്ചുകൊണ്ട് തന്നെയല്ലേ അവളും പൊട്ടിത്തെറിച്ചത്? അതിൽ അവളെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല, വിച്ചു പറഞ്ഞപ്പോൾ ശിവ വാക്കുകളില്ലാതെ അവനെ തന്നെ നോക്കി നിന്നു. നീ എല്ലാം അവളോട് തുറന്നു പറയ ശിവ. പരസ്പരം ഒന്നായി കഴിഞ്ഞിട്ടും എന്തിനാണ് ഇനിയും ഈ വാശി? അവൻ ദയനീയമായി ചോദിച്ചു. അതിന് മറുപടിയായി ശിവ ഒന്ന് പുഞ്ചിരിച്ചു. എന്നെ അവൾ വേണ്ടെന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ ഈ ശിവയുടെ ലോകം തന്നെ അവളിലേക്ക് ചുരുങ്ങിപ്പോയിരുന്നു വെച്ചു. അതവൾ ഓർത്തില്ലല്ലോ. എന്നിട്ടും വീണ്ടും വീണ്ടും അവളുടെ മുന്നിൽ ചെന്ന് യാചിച്ചത് അവളോടുള്ള സ്നേഹം കൊണ്ട് തന്നെയായിരുന്നു. പക്ഷേ ഒരിത്തിരി സ്നേഹം അവൾക്ക് എന്നോടുണ്ടായിരുന്നെങ്കിൽ എന്നെ എങ്ങനെ ആട്ടി ഓടിക്കായിരുന്നു? ഇത്രയും വർഷം ശിവ അനുഭവിച്ച വിഷമം, ഒറ്റപ്പെടുത്തൽ ഒന്നും ആർക്കും മനസ്സിലാവില്ല. എല്ലാവരുടെയും മുന്നിൽ ശിവ ചിലപ്പോൾ കുറ്റക്കാരനായിരിക്കും വിച്ചു, അവളെ വിഷമിപ്പിക്കുന്നവനായിരിക്കും. പക്ഷേ നിനക്കറിയില്ലടാ വിച്ചു, ഈ കഴിഞ്ഞു പോയ വർഷങ്ങളിൽ ഞാൻ എങ്ങനെയാണ് ജീവിച്ചു തീർത്തതെന്ന്. ഞാൻ ഇങ്ങനെ അവളോട് പെരുമാറുന്നത് തെറ്റുണ്ടെന്ന് തോന്നിയിട്ടില്ല. സങ്കടം തോന്നാറുണ്ട് അവളുടെ കരച്ചിൽ കാണുമ്പോൾ. പക്ഷെ അവളെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് വിച്ചു. ഇന്നോളം ഞാൻ കരഞ്ഞു തീർത്തതിന് ഒരു കുഞ്ഞു ശിക്ഷ, അത്രേ ഉദ്ദേശിച്ചിരുന്നുള്ളൂ. പക്ഷേ പറഞ്ഞത് ഒരുപാട് കൂടിപ്പോയെന്ന് മനസ്സിലായി. അവൾക്ക് ഒരുപാട് സങ്കടമായിട്ടുണ്ട്. കരഞ്ഞിരുന്നു. അവനൊന്ന് നിശ്വസിച്ചു. വിദ്യ കോളേജ് വിട്ട് വരുന്നത് കണ്ടതും ശിവ പെട്ടെന്ന് അവൻ്റെ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. അപ്പോഴേക്കും ഭദ്രയും വിമലയും ഇറങ്ങി വന്നിരുന്നു. അവന് വിച്ചുവിനോട് എല്ലാം തുറന്നു പറഞ്ഞപ്പോൾ അല്പം സമാധാനം തോന്നുന്നുണ്ടായിരുന്നു. ഞാനെന്ന് ഇറങ്ങുക, ശിവ പറഞ്ഞു. അയ്യോ, അതെന്ത് പോക്കാ മോനെ, രാത്രി പോവാം, വിമല പെട്ടെന്ന് പറഞ്ഞു. അതിന് ശിവയൊന്ന് പുഞ്ചിരിച്ചു. ഇല്ലമ്മേ, പോട്ടെ, അവളോട് പറയാതെ പെട്ടെന്ന് ഇറങ്ങിയതാ. നോക്കിയിരിക്കുന്നുണ്ടാവെന്നെ, ഞാൻ പോവാണ്, അവൻ പറഞ്ഞു. പിന്നെ ആരും അവനെ നിർബന്ധിക്കാൻ നിന്നില്ല. നീ അവളോടൊന്ന് സംസാരിച്ച് നോക്ക്. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ പെണ്ണിപ്പോൾ ആകെ കല്ലിളകി ഇരിക്കായിരിക്കും. നിന്റെ കാര്യം ഇനി കട്ടപ്പോകയാണ് ശിവ, വിച്ചു കളിയാക്കി. പോവന്നി, ശിവ പല്ല് കടിച്ചു. എന്നാ ശരിടാ, പോവാണ്. പറയുന്നതിനോടൊപ്പം അവൻ ബുള്ളറ്റ് സ്റ്റാർട്ടാക്കി. അവൻ്റെ വണ്ടി ഗേറ്റ് കടന്നു പോകുന്നത് കണ്ടതും വിമലയും വിദ്യയും അകത്തേക്ക് പോയി. ഭദ്ര വിച്ചുവിൻ്റെ തോളിലേക്ക് ചാഞ്ഞു. എന്താ വിച്ചേട്ടാ പ്രശ്നം? അവൾ അങ്ങനെ തന്നെ കിടന്നുകൊണ്ട് ചോദിച്ചു. അവൻ കള്ളച്ചിരിയോടെ അവളുടെ ഇടുപ്പിലൂടെ കൈചുറ്റി അവളെ ചേർത്ത് പിടിച്ചു. ഭദ്ര അവനെ മിഴിച്ചു നോക്കി. വിടുവിച്ചേട്ടാ, അമ്മയും വിദ്യ വന്നാൽ അയ്യേ. അവൾ അകത്തേക്ക് നോക്കിക്കൊണ്ട് വെപ്രാളത്തോടെ പറഞ്ഞു. നീ ഇങ്ങനെ നടന്നോ, അവിടെ നിന്റെ ഫ്രണ്ടിൻ്റെ ഫസ്റ്റ് നൈറ്റ് വരെ കഴിഞ്ഞു ഇത്ര പെട്ടെന്ന്. ബാക്കിയുള്ളവൻ പട്ടിണിയായിട്ട് വർഷം കുറച്ചായി, വിച്ചു അർത്ഥം വെച്ചുകൊണ്ട് പറഞ്ഞു. ഭദ്രയുടെ മുഖം ചുവന്നു തൊടുത്തു. വിച്ചേട്ടാ, അവൾ കുറുമ്പോടെ അവനെ വിളിച്ചു. എനിക്ക് കൊതിയാവുന്നു ഭദ്രേ, നിന്റെ പഠിത്തം കഴിയാൻ കാത്തതല്ലേ നമ്മൾ, ഇനി എനിക്ക് വേണം, അവൻ കുറുമ്പോടെ പറഞ്ഞു. അവൾ നാണം മറച്ചുകൊണ്ട് അവനെ കൂർപ്പിച്ചു നോക്കി. അയ്യ,
പറച്ചിൽ കേട്ടാൽ തോന്നും ഞാൻ വേണ്ടാന്ന് പറഞ്ഞതാന്ന്. നമുക്കിടയിൽ അങ്ങനെ ഉണ്ടായിട്ടേ ഇല്ലാത്തതുപോലെയുള്ള വിച്ചേട്ടൻ്റെ സംസാരം പഠിത്തം കഴിയാൻ കാത്തതാണെന്ന്. എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. അവൾ അവനെ കപട ദേഷ്യത്തോടെ നോക്കി. ഈ വിച്ചു ഒന്ന് ഇളിച്ചു കൊടുത്തു. അവൾ ചുണ്ടുകൂട്ടി. എൻ്റെ ഭദ്രേ, നീ ഇങ്ങനെ ഭദ്രകാളി ആവല്ലേ പെണ്ണെ. അവൻ അവളെ ചേർത്ത് പിടിച്ചു. അവൾ ചിരിയോടെ അവനോട് ചേർന്ന് നിന്നു. മിത്ര ശിവയെ വേണ്ടാന്ന് പറഞ്ഞ് പോകുന്നതിന് മുന്നേ വരെ നമ്മൾ എല്ലാ അർത്ഥത്തിലും ഒന്നായിരുന്നു, അറിയാം ഭദ്രേ. പക്ഷെ അന്നത്തെ അവൻ്റെ അവസ്ഥ, പിന്നീട് മിത്രയുടെ ജീവിതം, എല്ലാം കൂടെ ആകെ നമ്മളും തകർന്നു പോയില്ലേ. എല്ലാം അറിഞ്ഞപ്പോൾ അവരൊരുമിച്ചിട്ട് മതി ഇനി നമ്മൾ തമ്മിലൊരു ജീവിതമെന്ന് രണ്ടുപേരും കൂടി എടുത്ത തീരുമാനമല്ലേ. അതിനിടയിൽ നിന്റെ പഠനവും കൂടി നടക്കട്ടെ എന്ന് കരുതി. അതാണ് പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യാമായിരുന്നിട്ടും അതുപോലെ ഒന്നിനും മുതിരാതിരുന്നത്. നീയും മിത്രയുടെ കാര്യം ആലോചിച്ച് ആകെ തകർന്നിരിക്കുകയായിരുന്നില്ലേ, അവൻ സ്നേഹത്തോടെ പറഞ്ഞു. അറിയാം വിച്ചേട്ടാ, മിത്രയുടെ ശിവേട്ടൻ്റെ ജീവിതം ഇങ്ങനെ തകർന്നു നിൽക്കുമ്പോൾ നമ്മളെങ്ങനെ സന്തോഷത്തോടെ ജീവിക്കും. ഇപ്പോൾ എല്ലാം കലങ്ങി തെളിഞ്ഞല്ലോ, അത് മതി, ഭദ്ര ആശ്വാസത്തോടെ പറഞ്ഞു. കലങ്ങി തെളിഞ്ഞിട്ടൊന്നുമില്ല മോളെ. ഇനി എന്തൊക്കെ ഉണ്ടാകാൻ പോകുന്നതെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. ഹാ, അവനൊന്ന് നിശ്വസിച്ചു. എന്താ വിച്ചേട്ടാ കാര്യം? എന്നോട് അകത്തേക്ക് പോകാൻ പറഞ്ഞതുകൊണ്ട് ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ. പറയേ, എന്നോടുകൂടി പറയേ, അവൾ കുറുമ്പോടെ പറഞ്ഞു. അവനൊന്ന് ചിരിച്ചു. പറയാമല്ലോ, എല്ലാം പറയാം. അവരിനി അടിക്കുകയെ പിടിക്കുകയെ എന്താന്ന് വെച്ചായിക്കോട്ടെ. ഇനി അവരുടെ കാര്യം അവർ തന്നെ തീരുമാനിച്ചോളും. ഇനി നമ്മുടെ കാര്യം നമുക്ക് നോക്കാം. ഇതുവരെ ഒരു സമാശ്വാസം പോലെ ഓരോ കിസ്സെങ്കിലും കിട്ടി. ഇനി അതിലൊതുങ്ങില്ല കേട്ടോ, അവൻ കള്ളച്ചിരിയോടെ പറഞ്ഞു. പോടാ, അവൾ കുറുമ്പോടെ പറഞ്ഞു. പൊടി, അവനും പറഞ്ഞു. ഭദ്ര ചിരിയോടെ അവനോട് ചേർന്ന് നിന്നു. വിച്ചു പ്രണയത്തോടെ അവളെ ചേർത്ത് പിടിച്ചു. രാത്രി ഒരുപാട് വൈകിയാണ് ശിവ വീട്ടിലേക്ക് തിരിച്ചെത്തിയത്. വിച്ചുവിനോട് പറഞ്ഞ് അവിടെ നിന്നിറങ്ങിയെങ്കിലും അവന് മിത്രയെ ഫേസ് ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ നേരെ പോയത് അവരുടെ സങ്കേതത്തിലേക്കാണ്. അവിടെ ചെന്നപ്പോൾ അവിടെ കാശിയും വിശ്വയും അക്കവും ഉണ്ടായിരുന്നു. അവരോട് അല്പനേരം സംസാരിച്ചിരുന്നെങ്കിലും അവൻ്റെ മനസ്സിൽ അപ്പോഴും മിത്ര പറഞ്ഞ വാക്കുകൾ മാത്രമായിരുന്നു. അതവനെ കൂടുതൽ അസ്വസ്ഥനാക്കിക്കൊണ്ടിരുന്നു. അവർക്കൊപ്പം രാത്രി കൂടി ഇരുന്ന ശേഷമാണ് അവൻ വീട്ടിലേക്ക് മടങ്ങിയത്. വീട്ടിലെത്തി ശിവ വണ്ടി നിർത്തി കോളിംഗ് ബെൽ അടിച്ച് സിറ്റ് ഔട്ടിലേക്ക് കയറി. അവൻ്റെ ശരീരം ചെറുതായി ആടുന്നുണ്ടായിരുന്നു. മിത്ര വന്ന് വാതിൽ തുറന്നു. ശിവ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അകത്തേക്ക് കയറി. അവൻ്റെ ശരീരത്തിൻ്റെ ഉലച്ചിലിൽ നിന്ന് അവൻ മദ്യപിച്ചിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു, ഉള്ളിൽ വേദന നിറഞ്ഞു. എങ്കിലും അവൾ ഒന്നും മിണ്ടിയില്ല. വാതിലടച്ച് ലോക്കാക്കി അവൾ അവനിരിക്കുന്ന സോഫയുടെ ഒരു കോർണറിലായി വന്നിരുന്നു. സോഫയിലേക്ക് തല പുറകിലേക്ക് ചാരി വെച്ചിരിക്കുകയായിരുന്ന ശിവ അവൾ വന്നിരുന്നത് അറിഞ്ഞെന്ന പോലെ അവളെ ഒന്ന് നോക്കി. അവളുടെ നോട്ടവും അവനിൽ തന്നെ ആയിരുന്നു. അവൻ കുറച്ചു നേരം അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിയിരുന്നു. അവളുടെ കണ്ണുകൾ കലങ്ങിയിരിക്കുന്നത് അവന് പെട്ടെന്ന് മനസ്സിലായി. കുറച്ചേ കുടിച്ചുള്ളൂ, അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പതിയെ പറഞ്ഞു. അവൾ അവനെ നോക്കി ഇരുന്നതല്ലാതെ മറുപടി ഒന്നും പറഞ്ഞില്ല. സത്യം, അവൻ വീണ്ടും പറഞ്ഞു. അവൻ്റെ നാവ് ചെറുതായി കുഴയാൻ തുടങ്ങിയിരുന്നു. കഴിക്കാനെടുക്കട്ടെ? അവൻ പറഞ്ഞതിന് മറുപടി പറയാതെ അവൾ ചോദിച്ചു. വേണ്ട, അവൻ പറഞ്ഞു. അവൾ മൂളി. നീ കഴിച്ചോ? അവൻ ചോദിച്ചു. കഴിച്ചു, അവൻ ചോദിച്ചതിനുള്ള മറുപടി മാത്രം. അവൻ്റെ നോട്ടം അവളുടെ മുഖത്തു നിന്നും കഴുത്തിലേക്ക് എത്തിയതും അവൻ്റെ നെറ്റി ഒന്ന് ചുളിഞ്ഞു. അവൻ സംശയത്തോടെ അവളുടെ കഴുത്തിലൊന്ന് തൊട്ടുനോക്കി. അവൾ വേദനയോടെ എരിവ് വലിച്ചുകൊണ്ട് അവൻ്റെ കൈ തട്ടി മാറ്റി അവിടെ നിന്നും എഴുന്നേറ്റു. ശിവ പെട്ടെന്ന് അവളുടെ കയ്യിൽ കയറി പിടിച്ചു. അവൾ അറിയാതെ തേങ്ങിപ്പോയി. അവൻ ആകുലതയോടെ അവളുടെ കയ്യിൽ നിന്നും പിടിവിട്ട് അവിടെ നിന്നും എഴുന്നേറ്റ് അവൾക്ക് മുന്നിൽ വന്ന് നിന്നു. ശിവ അവളുടെ മുഖം പിടിച്ചുയർത്തി. അവൾ മിഴികൾ ഉയർത്താതെ അങ്ങനെ തന്നെ നിന്നു. കണ്ണുകൾ അപ്പോഴും നിറയുന്നത് പോലെ അവൻ അവളുടെ കഴുത്തിലെ പാടിൽ മൃദുവായി തലോടി. ആ, അവൾ വേദനയോടെ പറഞ്ഞു. അവൻ പെട്ടെന്ന് കൈ പുറകിലേക്ക് വലിച്ചു. അവൻ്റെ കണ്ണുകൾ കലങ്ങി. സോറി ശ്രീ, ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിന് അറിയാതെ. സോറി, ഒത്തിരി വേദനിച്ചോ? അവൻ വേദനയോടെ ചോദിച്ചു. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിയൊന്ന് മൃദുവായി പുഞ്ചിരിച്ചു. വേദനയില്ല, അവൾ ചിരിയോടെ പറഞ്ഞപ്പോൾ ശിവയുടെ നെഞ്ച് വിങ്ങി. അവൾ അവനെ ഒന്നുകൂടി ഒന്ന് നോക്കിക്കൊണ്ട് റൂമിലേക്ക് നടന്നു. ശിവ സങ്കടത്തോടെ അവളെ തന്നെ നോക്കി നിന്നു. വേദനിപ്പിക്കണമെന്ന് കരുതിയതല്ല, പക്ഷേ അപ്പോഴവൾ പറഞ്ഞതെല്ലാം കേട്ട് ദേഷ്യം വന്നപ്പോൾ അറിയാതെ പറ്റിപ്പോയതാണ്. അവനൊന്ന് നിശ്വസിച്ചുകൊണ്ട് ഹാളിലെ ലൈറ്റ് ഓഫ് ചെയ്ത് റൂമിലേക്ക് നടന്നു. ബെഡിൻ്റെ ഒരു മൂലയിലായി ചെരിഞ്ഞ്
ചുരുണ്ട് കിടക്കുന്ന മിത്രയെ കണ്ട് അവനൊന്ന് നോക്കി. ലൈറ്റ് ഓഫ് ചെയ്ത് അവൻ അവളുടെ കൂടെ ബെഡിൽ വന്ന് കിടന്നു. കുറച്ചു നേരം അവൻ കാത്തെങ്കിലും അവൾ അവനെ തിരിഞ്ഞു നോക്കിയില്ല. അപ്പുറം തിരിഞ്ഞ് അവന് മുഖം കൊടുക്കാതെയാണ് അവളുടെ കിടപ്പ്. അവളുടെ അവഗണന അവന് താങ്ങാൻ കഴിയുന്നില്ലായിരുന്നു. അവൾ കൂടെയുണ്ടായിട്ടും ആ വീട്ടിൽ താൻ തനിച്ചായതുപോലെ. ശ്രീ, അവൻ വിളിച്ചു. അവൾ വിളി കേട്ടില്ല. കണ്ണിൽ നിന്നും ഉതിർന്നു വീഴുന്ന നീർത്തുള്ളികളെ അവൾ കൈകൊണ്ട് തുടച്ചു നീക്കി. ശ്രീ. ഇത്തവണ ആ ശബ്ദത്തിൽ വേദന നിറഞ്ഞിരുന്നു. മിത്രയ്ക്കുള്ളിൽ ഒരു നോവ് തോന്നി. അവൾ പതിയെ മലർന്നു കിടന്നു, അവനെ നോക്കാതെ, കണ്ണുകൾ അടച്ചുകൊണ്ട്. അവൻ അവളുടെ വയറ്റിലൂടെ കൈ ചുറ്റി അവളെ അവൻ്റെ അടുത്തേക്ക് നീക്കി കിടത്തി. അവൾ അവനെ എതിർത്തില്ല. അവനൊന്ന് ഉയർന്ന് അവളുടെ കഴുത്തിലേക്ക് അവൻ്റെ മുഖം പൂഴ്ത്തി വെച്ചു. മിത്ര ഒന്ന് പിടഞ്ഞുപോയി. തൻ്റെ കഴുത്തിൽ നനവ് പടരുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു. പക്ഷെ എന്തു പറഞ്ഞ് അവനെ ആശ്വസിപ്പിക്കും? അവൾക്ക് അറിയുമായിരുന്നില്ല. പക്ഷെ അവളുടെ കൈ അവൻ്റെ തലയിലൂടെ മൃദുവായി തലോടിക്കൊണ്ടിരുന്നു. അതറിഞ്ഞെന്ന പോലെ അവൻ ഒന്നുകൂടി അവളെ ഇറുക്കി പിടിച്ചു. മൗനം കൊണ്ട് പ്രണയവും പരിഭവവും പങ്കിട്ട കുറച്ച് നിമിഷങ്ങൾ. എന്നെ ഒറ്റപ്പെടുത്തല്ലേ ശ്രീ. എനിക്ക് നീ മാത്രമേ ഉള്ളൂ. നീ എന്നോട് ഇങ്ങനെ മിണ്ടാതിരിക്കല്ലേ മോളെ. ദത്തേട്ടന് പറ്റുന്നില്ലടി പൊന്നെ. അവൻ അങ്ങനെ തന്നെ കിടന്നുകൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്നു. അവൾ മറുപടി ഒന്നും പറഞ്ഞില്ല. പക്ഷെ അപ്പോഴും അവളുടെ കൈകൾ അവൻ്റെ തലമുടിയിൽ തലോടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. സോറി ശ്രീ, അവൻ പറഞ്ഞു. സാരില്ല, അവളും മറുപടി പറഞ്ഞു. അവൻ അവളുടെ കഴുത്തിൽ നിന്ന് മുഖമുയർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി. രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവൻ അവളുടെ നെറുകയിൽ പതിയെ ഒന്ന് ചുംബിച്ചു. ഈ ശിവ എന്നും തോറ്റുപോകുന്നത് നിന്റെ മുന്നിലാണ് ശ്രീ. നിന്റെ മുന്നിലാണ് എൻ്റെ കണ്ണ് നിറയുന്നതും എപ്പോഴും. നിന്റെ മുന്നിൽ തോക്കാൻ ഇനിയും മടിയില്ല. പക്ഷേ ഇടയ്ക്കെങ്കിലും ജയിക്കാനൊരു കൊതി. പക്ഷെ ജയിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല. നിന്നെ ഒരുപാട് വേദനിപ്പിച്ചല്ലേ. സോറി, എന്നോട് പൊറുക്കടി. ഞാൻ അങ്ങനെയൊന്നും പറയരുതായിരുന്നു, അവൻ സങ്കടത്തോടെ പറഞ്ഞു. അവളൊന്ന് പുഞ്ചിരിച്ചു. നീ ഇങ്ങനെ പുഞ്ചിരിക്കല്ലേ ശ്രീ. നിന്റെ വേദന ഉള്ളിലൊതുക്കിക്കൊണ്ടുള്ള ഈ പുഞ്ചിരി കാണുമ്പോൾ നിന്റെ ദത്തേട്ടന് വീണ്ടും നോവുന്നിടി, അവൻ പറഞ്ഞു. ഉറങ്ങാൻ നോക്ക് ശിവേട്ട. എനിക്കൊരു സങ്കടമില്ല, ദേഷ്യമില്ല. നേരെ ഒരുപാടാണ് എനിക്ക് ഉറക്കം വരുന്നു. പിന്നെ ശിവേട്ടൻ ഇങ്ങനെ മദ്യപിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ അതിൻ്റെ സ്മെല്ലടിക്കുമ്പോൾ എനിക്ക് എന്തോ പോലെ, അവൾ മുഖം ചുളിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ്റെ മുഖം മങ്ങി. അവൻ പെട്ടെന്ന് ഒരു കൈകൊണ്ട് സ്വയം വാ പൊത്തിപ്പിടിച്ചു. അത് കണ്ടപ്പോൾ എന്തുകൊണ്ടോ അവൾക്ക് ചിരി വന്നുപോയി. എന്തിനാ അപ്പോൾ ഇങ്ങനെ ചെയ്യണേ, അവൾ സംശയത്തോടെ ചോദിച്ചു. നിനക്ക് സ്മെല്ല് ഇഷ്ടമായില്ലല്ലോ, അതുകൊണ്ടാ. വായിൽ നിന്നും കൈയൽപ്പം അകത്തിക്കൊണ്ടായിരുന്നു അവൻ്റെ മറുപടി. അവളൊന്ന് പുഞ്ചിരിച്ചു. അവൻ കമഴ്ന്ന് കിടന്നുകൊണ്ട് അവളുടെ കഴുത്തിലേക്ക് വീണ്ടും മുഖം പൂഴ്ത്തി. അവളുടെ കൈകൾ അവൻ്റെ പുറത്ത് സ്നേഹത്തോടെ തലോടി. അല്പനേരം കഴിഞ്ഞതും അവളുടെ കഴുത്തിൽ നിന്ന് മുഖം മാറ്റാതെ വയറ്റിൽ കൈ ചുറ്റിക്കൊണ്ട് അങ്ങനെ തന്നെ അവൻ കിടന്നുറങ്ങിപ്പോയി. അവളൊന്ന് നിശ്വസിച്ചു. സോറി ദത്തേട്ടാ. ദത്തേട്ടൻ പറഞ്ഞത് കേട്ട അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞതാണ് ഞാനും. സോറി, അവൾ പതിയെ പറഞ്ഞുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് തല ചെരിച്ച് ആ കഴുത്തിൽ മൃദുവായൊന്ന് ചുംബിച്ചു. ശ്രീ, അവൻ ഉറക്കത്തിൽ വിളിച്ചു. അവൾ മൂളി. ഐ ലവ് യു ശ്രീ. ഇനിയും ദത്തേട്ടനെ വിട്ട് പോവല്ലേ. മദ്യത്തിൻ്റെ കിക്കിൽ ഉറക്കത്തിൽ അവൻ പുലമ്പി. അത് കേൾക്കെ അവളുടെ കണ്ണൊന്ന് നനഞ്ഞു. ഞാൻ എവിടെയും പോവില്ല ദത്തേട്ട, എന്നും ഉണ്ടാവും എൻ്റെ ദത്തേട്ടൻ്റെ കൂടെ, അവൾ പറഞ്ഞു. അവൻ്റെ ഭാഗത്തു നിന്നും മറുപടി ഒന്നും കേട്ടില്ല. അവൾ അവൻ്റെ പുറത്തൂടെ തലോടിക്കൊണ്ടിരുന്നു. ഓർമ്മകൾ പഴയ കാലത്തേക്ക് പോയതും അവളുടെ കണ്ണുകളിൽ വീണ്ടും നീർ പൊടിഞ്ഞു. അവനെ വേണ്ട എന്ന് പറഞ്ഞതും അതിനുശേഷം അവളുടെ ജീവിതത്തിൽ നടന്ന ഓരോ കാര്യങ്ങളും അവൾക്കുള്ളിലൂടെ മിന്നിമാഞ്ഞു. വിരഹത്തിൻ്റെ കയ്പുനീർ കുടിച്ച് കഴിഞ്ഞു പോയ വർഷങ്ങൾ, തൻ്റെ ജീവിതത്തിലെ നഷ്ടങ്ങളുടെ തുടക്കം. തുടരും.